അപ്പം ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് വെൽക്കം ചെയ്തായിരുന്നു എല്ലാവരെയും. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ പേര് വന്നെന്നറിയാം. അപ്പം എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഒരുപാട് മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാവരും ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഇവിടെ നാട്ടിൽ നിന്നൊക്കെ വന്ന് ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഫീലിംഗ് നമുക്ക് വരുന്നത് എന്തുകൊണ്ടും ഇപ്പം ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരെ വിളിക്കണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് നമുക്കൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാളി കമ്മ്യൂണിറ്റി തന്നെയാണ് 100% പറയുകയാണെങ്കിൽ. അപ്പം ഈയൊരു പരിപാടിയിലേക്ക് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ കാര്യമായിട്ട് നിങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് ബോബൻ ചേട്ടനെ ക്ഷണിക്കുന്നു. നന്ദി ജലഫെ. എൻ്റെ പേര് ബോബൻ ജേക്കബ്. ഞാനിവിടെ വെസ്റ്റ് ബ്രോമിച്ചിൽ താമസിക്കുന്നു. എല്ലാവരും ഒന്നിച്ച് കണ്ടതിൽ വളരെ സന്തോഷം. കുറച്ച് പേരെ എനിക്ക് നേരിട്ടറിയാം, കുറച്ച് പേര് പുതുമുഖങ്ങളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എന്തുകൊണ്ട് നമ്മളിവിടെ കൂടി കുറിച്ച് ചെറിയൊരു ആമുഖം തരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം സംസാരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പേരുടെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് എന്തുകൊണ്ട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരാശയം. ആ ആശയം സംസാരിച്ച് ഈ രീതിയിലേക്ക് എത്രയും പേരുടെ പ്രൊസീസിൽ ഈ നമ്മുടെ മലയാളി അസോസിയേഷൻ എന്ന പേരോടുകൂടി ഒരു സംഘടന രൂപീകരിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ആഗ്രഹിച്ചു. പലർക്കും പല സാഹചര്യങ്ങളിൽ പരസ്പര സഹായം വേണ്ടി വരും. ആ സഹായത്തിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംഘടന രൂപീകരിച്ചത്. പലപ്പോഴും അടുത്തുള്ള ഇവിടെ വന്നപ്പോൾ ആദ്യം വായിച്ചിരിക്കും, ഞാനും വായിച്ചിട്ടുണ്ട്. വന്നപ്പോൾ നിങ്ങളോരോരുത്തരും ഇതെന്ത് ചെയ്യണം എന്നറിയാതെ വായിച്ചൊന്നുണ്ടായിരിക്കാം. ചിലർക്ക് സപ്പോർട്ട് കിട്ടി കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭാവിയിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ റൊട്ടീൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പലർക്കും അറിയത്തില്ല. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഒരു സഹായം നമ്മുടെ വെസ്റ്റ് ബ്രോമിച്ച് മലയാളി അസോസിയേഷന്റെ ഇനാഗുറേഷൻ ആണ്. അതിനായി വിളക്ക് കത്തിച്ചാണ് ഇനാഗുറേഷൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഒരു ലക്കി ഡ്രോയിലൂടെ കേക്ക് കട്ട് ചെയ്യുന്ന കപ്പിൾസിനെ കണ്ടുപിടിക്കുകയാണ്. ഏതെങ്കിലും കുട്ടികളെ കൊണ്ട് ഡ്രോ എടുപ്പിച്ച് എന്നിട്ട് അതിൽ കൂടിയാണ് നമ്മൾ കേക്ക് കട്ടിങ്ങിന്റെ ആളെ തിരഞ്ഞെടുക്കുന്നത്. സോ ആദ്യം തന്നെ ഇനാഗുറേഷന്റെ ഭാഗമായി വിളക്ക് കത്തിക്കുന്ന ഫംഗ്ഷനിലോട്ട് ആദ്യത്തെ ഡ്രോയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. ഡ്രോ എടുക്കുന്നത് കുട്ടികളെ കൊണ്ട് എടുക്കാം. ജോഷുവയെ ക്ഷണിക്കുന്നു. ജോഷു ആകട്ടെ ഫസ്റ്റ് ഡ്രോ ഒന്നെടുത്തോ രണ്ട് മൂന്നെടുത്തു. ആ ഓക്കെ ശരി, വാങ്ങിച്ചു. നമ്പർ 3 നിമിത പ്രവീൺ കേക്ക് കട്ടിങ്ങിൻ്റെ ഇല്ലല്ലോ. Number 15 Jackson Wilson. മൈക്ക് പാർക്ക് കൊടുക്കുന്നതായിരിക്കും ഞാൻ പിടിക്കണത്. പ്രവീൺ അനമിത. കേക്ക് കട്ടിങ്ങിനായി മിസ്റ്റർ ജാക്സൺ വിൽസണിനെ ഫാമിലി ക്ഷണിക്കുന്നു.
ക്യാമറ Thank you, Mr. Jackson Wilson and Nancy ചേച്ചി. Family production. ഞാൻ ജോസ് ആന്റണി ഇപ്പോൾ ട്രിസാമലാണ് മൂത്ത മോനെ ആന്റോണിയോ ചേർന്നാണ് ഇളയ ആണ്ട് ആൽബർട്ടോ ചേർന്നാണ് വൈഫ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നു ബെസ്റ്റ് പാർക്കത്തിൽ നമുക്ക് പണിയൊന്നുമില്ല ഈ നാട് കോട്ടയാണ് അപ്പം ഞാൻ ഫാമിലി ഞങ്ങൾ പിള്ളേരെല്ലാം കൂടി വന്നിട്ടൊരു 4 മാസം 5 മാസമായിരുന്നു പുള്ളിക്കാർക്ക് ഒരു 9 മാസമായിട്ടുണ്ടാവും അടുത്തതായി വരുൺ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ. നിങ്ങളിവിടെ വന്നിട്ട് ഏകദേശം 2 വർഷത്തിലുണ്ടായി. ഞാൻ എൻ്റെ വൈഫ് അശ്വിൻ. ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ബാക്കി ജീവിക്കാൻ അവൾ പറയുന്നത്. എൻ്റെ പേര് അശ്വതി. ഞാൻ ഓൺലൈൻ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ വന്നിട്ട് 1 വർഷമായി നാട്ടിലെ കാലിക്കറ്റാണ്. വീർപ്പിക്കാനാണോ നിനക്ക്? Thank you, Ashwini. അടുത്തത് നികിത പ്രവീൺ. എൻ്റെ പേര് പ്രവീൺ. ഇവിടെ വന്നിട്ട് ഒരുപാട് കാലം പോകുന്നു. ദീപം തെളിയിക്കാനുള്ള അവസരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ മെച്ചപ്പെടായിരുന്നു. കുഴപ്പമില്ല. എൻ്റെ ഭാര്യ നിമിത, ബാക്കി ഡീറ്റെയിൽസ് അവൾ പറയുന്നതായിരുന്നു. ഞാൻ നിമിത. ഞാൻ ഹൗലിലൊക്കെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമായി. ഞങ്ങൾ രണ്ടുപേരും കണ്ണൂരിൽ നിന്നാണ്. അടുത്തത് നമ്മുടെ ജോയ് സിമോൻ ഫാമിലി. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജോയിസ് മോൻ. ഞാനിവിടെ അവിടെ താമസിക്കുന്ന നാട്ടിലെ കോട്ടയം ഏറ്റുമാനൂരുകാരനാണ്. ഞാനിവിടെ എവരിയിൽ വർക്ക് ചെയ്യുന്നു, പെൻസ്ബറിയിൽ. ഇതെൻ്റെ മോൻ ജോഷുവ ജോയിസ്, 3 വയസ്സ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഗ്രീഷ്മ. ഞാൻ സാൻഡ്വിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടെ വന്നൊരു 2 വർഷമായി. ഞങ്ങളുടെ അമ്മ ജെസ്സി. അമ്മ വിസിറ്റിൽ വന്നാണ് 2 മാസമായി. താങ്ക് യു. എല്ലാവരും കാണാൻ സാധിച്ചത് നന്ദി ഗ്രീഷ്മ. അടുത്തത് അഞ്ജന ദേവസ്യ. എൻ്റെ പേര് അഞ്ജന. ഞാൻ സാങ്കൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട് കണ്ണൂരാണ്. ഞാൻ വന്നിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. മാരീഡ് അല്ല. അടുത്ത മാസം കല്യാണമാണ്. അടുത്ത മാസം 29 കല്യാണമാണ്. എല്ലാവരും ഇവിടുന്ന് ക്ഷണിക്കും. എല്ലാവരും വരണം. മാസം എൻ്റെ നാട്ടിലുള്ള എല്ലാവരും. ഞാൻ കണ്ണൂരാണ്. പ്രത്യേകിച്ച് കണ്ണൂരിലാണ് വരുന്നുണ്ടെങ്കിൽ എല്ലാവരും. Thank you, അഞ്ജന. അടുത്തതായി നമ്മുടെ ഷെയ്ഖ് അണ്ണനെ ക്ഷണിക്കുന്നു. ഷെയ്ഖ് അണ്ണൻ എത്ര ഫേമസ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും. നമ്മുടെ പേര് ഷേഖ് മുഹമ്മദ്. പ്രവീണ ഷേഖ്. പ്രാർത്ഥന ഞങ്ങൾ കണ്ണൂരോ? സാക്ഷി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ വന്നിട്ട് ഞാൻ 1 വർഷം കഴിഞ്ഞു. ഞങ്ങൾ 2 സ്ഥലത്തുണ്ട്. Special thanks to Kapu, Eagle Davis. എൻ്റെ പേര് അല്ല. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഞാൻ സാമ്പൽ ജനറൽ ഹോസ്പിറ്റലിൽ ന്യൂഡൽഹി വാർഡിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ സ്ഥലം അങ്കമാലി. താങ്ക് യു. Thank you. അടുത്തത് അലീന ജോയ്. എൻ്റെ പേര് അലീന ജോലി. എൻ്റെ വീട് അങ്കമാലിയിലാണ്. ഞാൻ ന്യൂട്ടൺ ഫോർ സാമ്പൽ ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. വന്നിട്ട് 1 വർഷം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. Thank you, Alina. Next, Jill John. താഴെ പോയാ? എൻ്റെ പേര് ജെയിംസ്. ഇതെൻ്റെ ഭാര്യ ഡോണ. ഇത് ഞങ്ങളുടെ മകൻ.
ഏതൻ ജിൽസ് എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ വീട് വരുന്നത് മൂവാറ്റുപുഴയാണ്. വൈഫിൻ്റെ വീട് അടുത്ത് തന്നെയാണ്. ഇവിടെ ഈറ്റൻ വാലി സ്കൂളിൽ പഠിക്കുന്നു, റിസപ്ഷനിൽ. വൈഫ് സാലൂൺ ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ വെയർ ഹൗസിൽ സയൻസ് ഫീൽഡിൻ്റെ വെയർ ഹൗസിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എല്ലാവർക്കും ക്രിസ്മസ് സംസാരിക്കും. Thank you. അടുത്തത് ജോമോൻ മാത്യു. ഞങ്ങൾ സമ്മതിക്കില്ല. എൻ്റെ പേര് ജോമോൻ. ഞാൻ ഉഴവൂരിൽ നിന്ന് വരുന്നതാണ്, കോട്ടയം ജില്ലയിലെ. ഇവര് ഭാര്യയുണ്ട്, വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു. ഒത്തിരി ഇവര് അപ്പോൾ മനസ്സിലായോ? അവനോട് My name is Naman Jomon. ജുമൂൻ. Thank you, Naman. അടുത്തത് നിങ്ങളുടെ റോയ് പീറ്റർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോയ് പീറ്റർ രാജനാണ്. നാട്ടിൽ പത്തനംതിട്ട പുല്ലാട്ടുമാണ് വരുന്നത്. ഇവിടെ ഞാൻ പത്തനംതിട്ടയിൽ താമസിക്കുന്നു. ലിണ്ടൻ 4 സാലൂൺ ഹോസ്പിറ്റൽ ലിണ്ടൻ 4 ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. Thank you, Roy. അടുത്തത് ഡോണ ബെന്നി. ഞാൻ തൃശ്ശൂരിലാണ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് നഴ്സാണ്, സാലൂൺ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് യൂണിറ്റിൽ. ഞങ്ങളുടെ 41 യൂണിവേഴ്സിറ്റി. Thank you, Lola. അടുത്തത് ജോർജ് മാത്യു. ഹലോ, എല്ലാവർക്കും good evening. എൻ്റെ പേര് ജോർജ് മാത്യു. ഞാൻ നാട് വൈക്കം ചെന്നെന്ന് പറയും. നമ്മുടെ നാട് ഇവിടെ യുകെയിൽ വന്നിട്ട് ഇപ്പോൾ 2.5 വർഷമായി. വെസ്റ്റ് പ്രോവിലേക്ക് വന്നിട്ട് 2 വർഷം. ഞാൻ ഈസ്റ്റേൺ ഫുഡ്സിൽ സപ്ലൈ ചെയിൻ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നു. സ്റ്റുഡൻ്റായിട്ട് വന്നാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. Thank you, George. Next, Eldos and family. എൻ്റെ പേര് കൊച്ചാടി എൽദോസ്. ഞാൻ സാലൂൺ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് എൽദോസ്. എൻ്റെ പേര് ഏവി. ഞങ്ങളുടെ നാട്ടിൽ മാറ്റുകയാണ് സ്ഥലം. ഇവിടെ വന്നിട്ട് 9 മാസമായി. ഇതൊക്കെ വന്നിട്ട് 1.5 വർഷമായി. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. അടുത്തത് മിസ്റ്റർ ജാക്സൺ പി വിൻസെന്റ്. സ്വന്തമായി ട്രാവൽ വേൾഡ് ഒക്കെ ഉള്ള ആളാണ്. സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് ജാക്സൺ. എൻ്റെ പേര് റയാൻ. നാൻസി. ഞങ്ങൾ പലപ്പോഴാണ് ആദ്യം ഉള്ളത് അങ്ങനെ എത്തിയതാണ്. ഒരാൾ 2, ഒരാൾ 2 അങ്ങനെ 3 പല സ്റ്റേജിലാണ്. ഒരാൾ സാലൂണിൽ വർക്ക് ചെയ്യുന്നു, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ കെയറായിട്ട് വർക്ക് ചെയ്യുന്നു. നീ ഇതൊക്കെ പഠിക്കുന്നു. എല്ലാവരും ആ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യും. ജാക്സൺ ട്രാവൽ വേൾഡ് അല്ലേ? അടുത്തത് വിൻസെന്റ് അഗസ്റ്റിൻ. എൻ്റെ പേര് വിൻസെന്റ് അഗസ്റ്റിൻ. എൻ്റെ വൈഫിൻ്റെ പേര് ജിഷ. പുള്ളിക്കാരത്തി സാലൂൺ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. പുള്ളിക്കാരത്തി വന്നിട്ട് 2.5 വർഷമായി. ഞാൻ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. എൻ്റെ വീട് തൊടുപുഴയാണ്. കൊച്ചിൻ്റെ പേര് ഏടം വിൻസെന്റ്. താങ്ക് യു. അടുത്തത് ബോബൻ ജേക്കബ് ആൻഡ് ഫാമിലി. എൻ്റെ പേര് പറഞ്ഞാണ്. എൻ്റെ പേര് ബോബൻ ജേക്കബ്. ജസ്റ്റിൻ ബോബൻ. My wife, Tony Bobin. ഞാൻ
nice. ഇനി ലിജോ ജോർജ് ആൻഡ് ഫാമിലി. എൻ്റെ പേര് സാര. ഞാൻ മോട്ടൂരിയയിലാണ്. അമ്മയുണ്ട്. അമ്മയുടെ പേര് ജിസ, അമ്മയുടെ പേര് റിജോ, എൻ്റെ അനിയത്തിയുണ്ട്, അവളുടെ പേര് നോറ, എൻ്റെ പേര് സാര. താങ്ക് യു സർ. ഉടക്കിടി. അടുത്തത് രണ്ടുപേരും പേരെഴുതാത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. ആ, പുതിയതായിട്ട്. റാണി ആൻഡ് ഡിന. ആദ്യം റാണി വന്നോളൂ. റാണി എഴുതാം. അടുത്ത ഡിന. അടുത്തത് സോഫി തോമസ്. ഇയാളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തെറ്റായിട്ട് ചെയ്താലോ? ഇയാളെ കല്യാണം കഴിച്ചതാണ്, 2 പിള്ളേരുണ്ട്, ഭാര്യ മെറ്റർനിറ്റി ലീവിന് നാട്ടിൽ പോയേക്കുവാണ്. എനിക്ക് മനസ്സിലായല്ലോ. സോഫി തോമസ് ലിഡിലാണ് വർക്ക് ചെയ്യുന്നത്. വയസ്സും കൂടെ പറഞ്ഞേരും, വയസ്സും കൂടെ പറഞ്ഞേരും. ഒരാളുകൂടെ ജോസഫ്. എൻ്റെ പേര് ജോസഫ്. നാട്ടിൽ ഇടുക്കി കട്ടപ്പന. ഇവിടെ വന്നിട്ട് 4 കൊല്ലമായി സ്റ്റുഡൻ്റായിട്ട് വന്നതാണ്. കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് എൻകാസിൽ പഠിച്ചു. ഇപ്പോൾ ഇവിടെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊജക്ട് മാനേജറായിട്ട് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. താങ്ക് യു ജെൽഫിൻ. ജെൽഫിനാണ് ഇവിടുന്ന് ആദ്യമായിട്ട് ഞങ്ങളെ ഒന്നിപ്പിച്ചാണ്. ഞങ്ങൾ 4 ഫാമിലി ഒന്നിച്ച് ഇവിടെ ഗെറ്റ് ടുഗെദറൊക്കെ ചെയ്തതായിരുന്നു. ജനുവരി 1. ലാസ്റ്റ് ഇയർ ജനുവരി 1. ജനുവരി 1. എനിവേ താങ്ക് യു ജെൽഫിൻ. അടുത്തായിട്ട് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണ്. കുട്ടികളുടെയാണ് ആദ്യം. അപ്പോൾ പാട്ട് പാടാനായി ഹനയെ ക്ഷണിച്ചു കൊടുക്കുന്നു. പിള്ളേർക്ക് ഇറങ്ങി സപ്പോർട്ട് കൊടുക്കണം. ഇഷ്ടപ്പെട്ടത് ഈ കാറുകളുടെ ഈ drifting ഉം അതൊക്കെയാണ്.
കണ്ടിട്ട് ആർക്കെങ്കിലും കൊച്ചെട്ടതായി തോന്നുന്നു. ഒരാളെ പിള്ളേരല്ലാതെ വലിയ ആരെങ്കിലും കൊച്ചെത്താന്ന് തോന്നുവാണ് അങ്ങനെ കൊണ്ടുവരുന്നത്. ഒന്ന് പരിചയപ്പെടുത്തിക്കടാ. ഈ ടീനേജ് പിള്ളേരെ ഇച്ചിരി താമസിക്കുന്ന പരിപാടിയായിരുന്നു. ഓക്കെ, ഏതൻ ജിൽസ്. ഓക്കെ. ഇനി ആർക്കാണ് നേരെ ഇത്രയും ആൾക്കാരുടെ പേര് പറഞ്ഞ് എല്ലാവർക്കും പറയാൻ പറ്റുന്നേ? പറ്റുമോ? യെസ്. അപ്പം ഇനി നമുക്ക് ഗെയിം കളിച്ചാലോ? നിങ്ങൾക്ക് രണ്ടുപേര്, പിന്നെ ഈ ഒരു കളി എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളിത് താഴെ കളയാതെ ഓരോന്നും എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഓരോന്നും എടുത്തെടുത്ത് അടുത്തെടുത്ത് ഏറ്റവും സ്പീഡിൽ ഏറ്റവും സമയം കുറഞ്ഞ് ആരും ചെയ്യുന്ന അവസ്ഥ കേട്ടോ. രണ്ടുപേരും റെഡി, 1 2 3 സ്റ്റാർട്ട്. രണ്ടുപേരും എടുക്കാൻ പറ്റില്ല. ഒറ്റ കൈ കുറച്ചുകൂടെ. എടാ മെടുക്കൻ. ഗോൺ കൊള്ളടാ ഇപ്പൊ പോയി. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആവേശം. ഒരാളുടെ സൈഡിൽ നിന്ന് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഭക്ഷണം റെഡിയാണ്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടവർക്ക് റെഡിയാണ്, കൊടുക്കാം. പിള്ളേരെല്ലാവരും വലിയവരാണെങ്കിലും കളിക്കാൻ അല്ല, ആളിരുന്നില്ല. ആളിരുന്നിട്ട് വെക്കുന്നതല്ല. ആണോ?
ചാർജ് തന്നുമായിരുന്നു. ഇവിടെ ജോർജിന് എന്തോ പറയാനുണ്ട് നിങ്ങളോട്. ജോർജിനെ ചെയ്യും. വേക്കൻസി ഉണ്ട്. ആ ഒരു സംഘടന എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ ലാസ്റ്റ് 12 ദിവസം വയ്യായ്മ ഉണ്ടാകും. അപ്പൊ എനിക്ക് ഭയങ്കര സഹായം ചെയ്തിരുന്നത് ഫുഡൊക്കെ സോമിച്ചേട്ടൻ, ജാൻസിച്ചേട്ടൻ, ഇവരൊക്കെ എനിക്ക് 2-3 ദിവസം ഫുഡ് കൊണ്ടുവന്നാണ്. അപ്പൊ എനിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ. അപ്പൊ അന്ന് എനിക്ക് ജോമൻചേട്ടനെ മാത്രമേ പഠിച്ചുള്ളൂ. ജോമൻചേട്ടന്റെ കൊച്ചിന്റെ ബർത്ത്ഡേക്കുള്ള പരിപാടി പ്രോഗ്രാമിലാണ് ഞാൻ ബാക്കിയുള്ളത് പഠിച്ചിട്ടുള്ളത്. പക്ഷെ അവരെനിക്ക് 3-4 ദിവസം കൊണ്ട് ഫുഡ് തന്നായിരുന്നു. ആ 2 ആഴ്ച ഞാൻ വയ്യാണ്ട് കിടന്നു. എനിക്ക് ഞാൻ ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോയായിരുന്നു ലാസ്റ്റ് മന്ത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അസോസിയേഷൻ ഉള്ളതും ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വന്ന സമയത്ത് ഇവിടെ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഒന്നും ഇല്ല. 2 വർഷം മുമ്പ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല മലയാളികളൊക്കെ പറയാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ വന്നതെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അന്ന് ഞാൻ ജെയ്സിനെ മാത്രമാണ് എനിക്ക് പരിചയമുള്ളൂ. ആകെ പരിചയമുള്ളത് ജെയ്സിനെ മാത്രമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഈ ഒരു സമയത്ത് ഈ ഒരു സ്ഥലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാനും സഹായം ചെയ്യാനൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തോന്നേണ്ട പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ഒരു ഹെൽപ്പ് വേണ്ടത്, ഏത് സാഹചര്യത്തിലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ ഈ കമ്മ്യൂണിറ്റി സഹകരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ താങ്ക്സ് ടു എവരിവൺ. താങ്ക് യു. മലയാളി അസോസിയേഷൻ രൂപീകരിക്കാൻ ഒരു സാഹചര്യം അതെന്ന് പറയുന്നത് ഒരു നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടായ്മ ആദ്യം പ്ലാൻ ചെയ്തു. അപ്പോൾ അതിന് തുടക്കം കുറിച്ചത്, അതായത് കൂട്ടായ്മ വേണം, നമുക്ക് ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ ആകുമ്പോൾ ഒരു കൂട്ടായ്മ വയ്ക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാൻ ഒരു അവസരം വേണം എന്ന് പറഞ്ഞത് സോഫിയാണ്. അപ്പോൾ നമ്മൾ ആ സോഫിക്ക് ഉത്തരം പറയണം. അത് നമ്മൾ അങ്ങനെ തുടങ്ങി. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ബോബൻചേട്ടൻ പറഞ്ഞത് നമുക്കിതൊരു അസോസിയേഷനായിട്ട് മാറ്റാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ആൾക്കാരെ കൂടി ഇൻക്ലൂഡ് ചെയ്യാം എന്ന് തോന്നുന്നു. അപ്പോൾ ബോബൻചേട്ടൻ വ്യക്തിപരമായി നമ്മുടെ മലയാളി അസോസിയേഷന്റെ പേരിലും നന്ദി പറയുന്നു. പിന്നെ ഇങ്ങനെയാണ് ആദ്യം പറയുന്നത്, ഇങ്ങനൊരു കൂട്ടായ്മ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് നമ്മുടെ ദൈവത്തിന് അനുഗ്രഹമാണ്. അപ്പോൾ സർവേശ്വരനാണ് ആദ്യം നന്ദി പറയാൻ. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ സർവേശ്വരനോട് പറയുന്നു, നമുക്ക് എല്ലാവർക്കും ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിനും നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞതിനും ഒരു നന്ദി പറയുന്നു. ഇനി നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ തന്നെ ഓർഗനൈസ് ചെയ്തത്, അതിൽ കോമ്പറ്റീഷൻസ് പ്ലാൻ ചെയ്തത്, ആ കോമ്പറ്റീഷൻസ് ഒക്കെ തന്നെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞത് ജെൽസിന്റെ കഴിവാണ്. അപ്പോൾ ജെൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ പേരിലുള്ള കൂട്ടായ്മയൊക്കെ നടത്തുന്ന കാര്യത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചായിരുന്നു. അപ്പോൾ കമ്മിറ്റി രൂപീകരിച്ച കാര്യമൊക്കെ പലതും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതിൽ ഓരോ ഫുഡിന്റെ കമ്മിറ്റി, അതുപോലെ ഡെക്കറേഷൻ കാര്യങ്ങൾക്ക് കുറച്ച് പേര് അങ്ങനെ ഓർഗനൈസ് ചെയ്തിരുന്നു. പിന്നെ ഇതിനുണ്ടായിരുന്ന അലങ്കാരം, ഫുഡ്, പിന്നെ ഫിനാൻസ്, ഫിനാൻസിന്റെ കാര്യങ്ങൾ, അങ്ങനെ 1-2 കമ്മിറ്റികളൊക്കെ എന്തൊക്കെയായിരുന്നു? അതിന് എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്തത്. നമ്മുടെ ഈ അസോസിയേഷനിലുള്ള എല്ലാ മെമ്പേഴ്സും ഇതിൽ ഒരു നല്ലൊരു മനസ്സോടുകൂടി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി നമുക്ക് നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞത്. അപ്പം ഞാനിപ്പോൾ പേരെടുത്ത് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞില്ല എങ്കിലും ഇതിന് കൂടിയ പ്രത്യേകിച്ച് എല്ലാ വ്യക്തികൾക്കും നമ്മുടെ അസോസിയേഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ജോമൻചേട്ടനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ജോമൻചേട്ടൻ അത് നല്ല രീതിയിൽ എവിടെ 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 ക്രിസ്മസിന്റെ സമയത്ത് കരോൾ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതും ഇതുപോലെ തന്നെ പെട്ടെന്ന് അറിയില്ല.
എല്ലാവരുടെയും സഹകരണത്തിനും വന്ന് സഹകരിച്ചവർക്കും അതുപോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾക്കും അവരെ എൻകറേജ് ചെയ്ത പാരൻസിനും നമ്മുടെ എല്ലാ ചേട്ടന്മാർക്കും എല്ലാ ചേച്ചിമാർക്കും കുട്ടികൾക്കും അസോസിയേഷന്റെ ഭാഗമായി വ്യക്തിപരമായ പേരിൽ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ പരിപാടി ഇത്ര ഭംഗിയായിട്ട് നടത്തി തരാൻ സഹായിച്ച സർവേശ്വരം നന്ദി പറയുന്നു. ആദ്യം നമ്മൾ 34 ഈ പരിപാടി ഓർഗനൈസ് ചെയ്തിരുന്നത്. പെട്ടെന്ന് ഹാള് കിട്ടാനുള്ള അസൗകര്യം മൂലം ഈ ഡേറ്റിലേക്ക് മാറ്റിയതാണ്. അതുമൂലം കുറച്ച് ഫാമിലി മെമ്പേഴ്സിന് ഇതിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട്. ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. ഇത് ആദ്യത്തെ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. സമയം ക്ഷമിക്കുക. അടുത്തതിൽ ഇത് ഞങ്ങൾ തിരുത്തി പൂർവ്വകയും ഭംഗിയോട് നടത്താൻ ഞങ്ങൾ ശ്രമിക്കാം. ഇതിൻ്റെ കണക്ക് കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ആക്സസ് ഉണ്ടെന്ന് തോന്നുന്നു ഗ്രൂപ്പിൽ, വാട്സപ്പ്. പ്രത്യേകിച്ചും ഈ അസോസിയേഷൻ വേണ്ടി തന്നെയുള്ള ഗ്രൂപ്പാണത്. അപ്പോൾ അതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഗ്രൂപ്പിൽ എല്ലാവർക്കും വായിക്കാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് ഇടുന്നതാണ്. കുറച്ച് സമയം തരണം. എല്ലാവരും നോട്ട് ചെയ്യുന്നവരാണ്. പിന്നെ ഞങ്ങൾ ചെറിയൊരു ഫണ്ട് റൈസിംഗ് ഉണ്ടായിരുന്നു. സംഘടനയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മളിത് സ്നേഹവിരുന്ന് നടത്തിയില്ല. ആ സ്നേഹവിരുന്നിൻ്റെ അതിന് വേണ്ടിയിട്ടത് അതാരെങ്കിലും അസുഖം മൂലം അല്ലെങ്കിൽ ഡ്യൂട്ടിയുടെ റെക്കോർഡ് മൂലം കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും അടുത്ത ദിവസങ്ങളിൽ സാധിക്കുമെങ്കിൽ അത് കൊടുക്കുക. പിന്നെ നമ്മളൊരു കാര്യം വിട്ടുപോയി, ആങ്കർ ചെയ്ത ചേച്ചിയുടെ കാര്യം വിട്ടുപോയി. ചേച്ചിക്ക് ഞാൻ നന്ദി പറയുന്നു. വളരെ ഭംഗിയാണ്. പിന്നെ ഇതൊക്കെ വിശുദ്ധമായ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കാം തീർച്ചയായിട്ടും. അപ്പോൾ ഈ കൈയ്യടി മുമ്പോട്ട് പോകുന്നൊരു പ്രയത്ന ശക്തിയാണ് ഞങ്ങൾക്ക്. നമ്മുടെ പ്രോഗ്രാമാണ്, നമ്മുടെ സംഘടന, നമ്മുടെ ഒറ്റ ചിഹ്നം മാത്രം നമുക്ക് പറ്റുള്ളൂ. ആരും വ്യക്തിപരമായിട്ട് ഇതിനകത്ത് ആരും ഒന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ലോഗോ. എല്ലാം ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ ലോഗോ. ഇതാ നമ്മുടെ ലോഗോ. പ്രവർത്തിച്ചത് ജാക്സൺ കുമാർ. ഇവർ രണ്ടുപേരാണ് എൻ്റെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സംഘടനയ്ക്ക് ഒരു രൂപം ഉണ്ടാകും, ഭാവം ഉണ്ടാകും, ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും, ജനറൽ ബോഡി പിടിക്കും, നേരത്തെ അറിയിക്കും, അറ്റ്ലീസ്റ്റ് ഒരു മാസം മുമ്പെങ്കിലും അറിയിക്കുന്നതനുസരിച്ച് എല്ലാവർക്കും ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ വലിയൊരു മീറ്റിംഗ് ഉണ്ട്, അവിടെ എവിടെയെങ്കിലും നമുക്ക് കൂടിയിട്ട് ഒരു ചിട്ട ഉണ്ടെങ്കിലും അതിൻ്റെ ബയോയും കാര്യങ്ങളും സംഘടന പ്രവർത്തനങ്ങളും അതിൻ്റെ റിപ്പോർട്ടിൻ്റെ പ്രവർത്തനങ്ങളും ഇതെല്ലാം കൂട്ടായ ചർച്ചയിലായിരിക്കും തീരുമാനമെടുക്കുന്നത്. ഒരാൾ വ്യക്തിയായിട്ട് തീരുമാനമെടുക്കുന്നതായിരിക്കില്ല. എല്ലാവർക്കും സന്തോഷപ്പെടണം. ഇത് സംഘടനയാണ്. ആരും ഇണ്ടാതിരിക്കില്ല, അവിടെ ചെയ്തോട്ടെ ഇത് ചെയ്തോട്ടെ എന്നൊക്കെ കാര്യം ഇണ്ടാതിരിക്കില്ല. എല്ലാവരും സന്തോഷമാണ്. ആരും ഒന്നും പുറകോട്ടല്ല. ഓക്കെ, കുറച്ച് പേരത് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരുടെ സംഘടനയാണ്. നമ്മുടെ ആവശ്യമാണ് മാത്രം കരുതി മുമ്പോട്ട് വരിക, സഹകരിക്കുക. ഇനി ഞങ്ങൾ വിളിക്കും. എല്ലാവരും നമ്മുടെ പരിപാടിയാണ്, അതിനോർത്ത് സഹകരിക്കുക. ഓക്കെ, വളരെ നന്ദി. പിന്നെ ഞങ്ങളത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ചെറിയൊരു കൈസായ വാക്കുകളെ തരാം. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് സ്റ്റാറ്റസ് നമ്മൾ ഇത് തിരിച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ എഗ്രിമെന്റ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിയുന്നത്ര സഹായിക്കാം. എല്ലാവരും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാവരും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.